അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേക്ക് ഉണ്ടാക്കുന്നത് കാണിക്കാനാണെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. പക്ഷേ ഈ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ ബേക്ക് ചെയ്യാണ്ട് ഉണ്ടാക്കുന്ന കേക്കാണ്. അതായത് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. നമ്മളിൽ പലവർക്കും ബേക്ക് ചെയ്യാൻ നല്ല മടിയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പറയില്ല നമ്മളത് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന്. ഇതിൻ്റെ ടെക്സ്ചറും നല്ല സോഫ്റ്റാണ്. അതെങ്ങനെയാണ് സോഫ്റ്റ് ആക്കി എടുക്കേണ്ടതെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കംപ്ലീറ്റ് വീഡിയോ കാണാം. എന്നതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ പേര് സാറ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാട്ട് ഐ ഡു എന്ന യൂട്യൂബ് ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് സോസാണ്. അതിനൊരു വെസലിലേക്ക് നമുക്ക് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്. ഷുഗർ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കൊക്കോ പൗഡറും ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് അടിയിൽ സ്റ്റിക്കായി പോകും. അപ്പോൾ നമ്മുടെ കൊക്കോ പൗഡറും ലംസ് ഒന്നും ഇല്ലാതെ നല്ലപോലെ മിക്സായി വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ബട്ടർ അലിഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ബട്ടർ അലിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ ബട്ടർ കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞ് സോസിലേക്ക് നല്ലപോലെ യോജിച്ച് വന്നോളും. ഇപ്പം നമ്മുടെ സോസ് നല്ലപോലെ റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്യുന്ന ബൗളും ബ്ലേഡ്സും നമുക്ക് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. ഞാനിത് 1 മണിക്കൂർ നേരത്തേക്ക് ഫ്രീസ് ചെയ്തെടുത്തതാണ്. ഇനി ഈ ബൗളിലേക്ക് ഒരു 350 ml വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഈ മെഷർമെൻറ്റ് ഞാൻ യൂസ് ചെയ്യുന്ന കേക്ക് ടിന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള മെഷർമെൻ്റ് ആണ്. നിങ്ങളുടെ കേക്ക് ടിന്നനുസരിച്ച് ഈ മെഷർമെൻറ്റ് ചെറിയ വേരിയേഷൻസ് വരാം. ഇനി നമുക്ക് ഇതൊന്ന് 1 മിനിറ്റ് നേരത്തേക്ക് വിപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ 1 മിനിറ്റ് നേരം ഇത് വിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗർ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് നല്ലപോലെ വിപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രീം സ്റ്റിഫാവുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജാണ്. ഈ ടൈമിലാണ് വാനില എസൻസ് 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ വാനില എസൻസ് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യണം. ആദ്യം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്ത 1 ടേബിൾ സ്പൂൺ കൂടി നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് യോജിപ്പിച്ച് വരുമ്പോൾ നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ടാകും. ഇവിടെ നമ്മുടെ ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കാണാം ഇവിടെ ബ്ലേഡ്സിൽ നല്ലപോലെ സ്റ്റിക്കായി നിൽക്കുകയാണ്. ഫോഴ്സ് ചെയ്ത് കൊടുത്താലും താഴോട്ടേക്ക് വീഴില്ല. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. നമ്മൾ അധികം ലേറ്റ് ആവാതെ കേക്ക് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കിയതാണ് ഈ ചോക്ലേറ്റ് സോസ്. ഇത് അധികം കട്ടിയാക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. അടുത്തതായി വേണ്ടത് പാലാണ്. പാല് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ കാണിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന കേക്ക് ടിന്നാണ്. കേക്ക് ടിന്ന് ഞാൻ ആദ്യം ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ബിസ്ക്കറ്റ്സ് ഇതാണ്, മെമ്മറീസ് ആണ്. ഇതിൻ്റെ 80 ഗ്രാമിൻ്റെ 4 പാക്കറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിവിടെ സാധാരണത്തെ പോലെ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം എല്ലാം ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത് 2 ഒന്നിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഐസിങ് ബാഗ് നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് വെച്ച ക്രീം ഫില്ല് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം ഈ കേക്ക് ടിന്നിൻ്റെ കോർണർ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ വിപ്പിംഗ് ക്രീം വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് കേക്ക് ടിന്നിൻ്റെ കോർണർ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് ബിസ്ക്കറ്റ്സ് വെച്ച് കൊടുക്കുന്നത്. ബിസ്ക്കറ്റ്സ് നമ്മൾ പാലിൽ 2 സൈഡ് മുക്കിയെടുത്തതിന് ശേഷമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ ഉള്ളിലേക്കായിട്ട് വേണം ബിസ്ക്കറ്റ്സ് വെച്ച് കൊടുക്കാൻ.
കംപ്ലീറ്റ് ആയിട്ട് ബാക്കിയുള്ള സ്പേസസിലേക്ക് സ്മോൾ പീസസ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതും നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ ബൗണ്ടറിൻ്റെ ഉള്ളിലേക്കായിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. ഇനി നമ്മൾ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാണ്. വിപ്പിംഗ് ക്രീം വെച്ച് ഇതിൻ്റെ കോർണറിൽ കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടൊരു കോർണറിൽ ഒരു ബൗണ്ടറി പോലെ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ബിസ്ക്കറ്റ്സ് പാലിൽ മുക്കിയിട്ട് ഈ ക്രീമിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരു ലെയർ വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 ലെയർ ബിസ്ക്കറ്റ്സ് വെച്ചു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോക്ലേറ്റ് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ 3ാമത്തെ തവണയും സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാണ്. വിപ്പിംഗ് ക്രീം വെച്ച് ബൗണ്ടറി വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ പാലിൽ മുക്കിയ ബിസ്ക്കറ്റ്സിൻ്റെ ലെയർ വെച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ വെക്കാൻ പോകുന്നത് വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ലെയറാണ്. വിപ്പിംഗ് ക്രീമിൻ്റെ ലെയർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കേക്ക് ടിന്നിൻ്റെ കോർണർ വരെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത സ്റ്റെപ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. വിപ്പിംഗ് ക്രീം വെച്ച് നമ്മൾ കേക്ക് ടിന്നിൻ്റെ കോർണർ കംപ്ലീറ്റ് കവർ ചെയ്തു. പിന്നെ നമ്മൾ പാലിൽ മുക്കിയ ബിസ്ക്കറ്റിൻ്റെ ലെയർ, അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് സോസ്. ഇതേ സെയിം പ്രൊസീജിയർ വെച്ച് അടുത്ത ലെയറും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫൈനലായിട്ടുള്ള പാലിൽ മുക്കിയ ബിസ്ക്കറ്റിൻ്റെ ലെയർ വെച്ച് കൊടുക്കാം. ഇത് 6ാമത്തെ ബിസ്ക്കറ്റിൻ്റെ ലെയറാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ മുന്നേയുള്ള സ്റ്റെപ്സിൽ വിപ്പിംഗ് ക്രീം വെച്ച് കോർണറിൽ വരച്ച് കൊടുത്തത് കൊണ്ട് ഇനി നമുക്ക് സൈഡിൽ വേറെ ഫ്രോസ്റ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കേക്ക് ടിന്ന് എടുക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കവേർഡ് ആയിരിക്കും വിപ്പിംഗ് ക്രീം വെച്ച്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈന് ചെയ്ത് കൊടുക്കാം. ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രേറ്റഡ് ചോക്ലേറ്റ്സും ഇടുന്നുണ്ട്. അതിന് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മുകളിലെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിതൊരു 6 മണിക്കൂർ നേരത്തേക്ക് റെഫ്രിജറേറ്റ് ചെയ്യാം. ഇപ്പോൾ 6 മണിക്കൂറിന് ശേഷം ഞാൻ നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കേക്ക് ടിന്നിൽ എടുത്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കേക്കിൻ്റെ സൈഡിൽ ഫ്രോസ്റ്റിംഗ് ഒക്കെ നല്ല പ്രോപ്പറായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പാച്ച് വർക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് ശരിയാക്കി കൊടുത്താൽ മതി. ഫ്രോസ്റ്റിങ്ങിനായിട്ട് സെപ്പറേറ്റ് സമയം കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ ഫ്രോസ്റ്റിംഗ് അതിൻ്റെ ഒപ്പം ചെയ്തത്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ ഈ കട്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാക്കും കേക്ക് എത്ര സോഫ്റ്റ് ആണെന്ന്. സാധാരണ നമ്മൾ ബിസ്ക്കറ്റ് വെച്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ഹാർഡായിട്ടായിരിക്കും കിട്ടുക. അപ്പം ഞാൻ പറഞ്ഞതുപോലെ പാലിലൊന്ന് മുക്കിയെടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇത് എത്ര സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലത്തെ യൂസ്ഫുൾ ആൻഡ് ഡിഫറെൻറ്റ് വീഡിയോസ് കാണുവാൻ വേണ്ടി താഴെ കാണുന്ന റെഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ.